ഇതെന്താ പിന്നെ പെട്ടെന്നൊരു വരവ്? നീ വരുന്ന കാര്യം ആലീസ് എന്നോട് പറഞ്ഞല്ലോ. അതെ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പിന്നെ മമ്മിയോട് ഞാനാ പറയണ്ടെന്ന്. നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നിന്നോട് വിളിച്ച് പറഞ്ഞിരുന്നോ? ഇല്ല പപ്പ, അവള് നേരെ അറ്റാക്ക് ചെയ്ത് വന്നത് ഓഫീസിലോട്ടാ. അപ്പൊ പിന്നെ ഞാൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് പോന്നു. അല്ല, അപ്പൊ ചിമ്മിയുടെ? ആ ഓഫീസിലെ കാര്യമൊക്കെ അവനെ ഏൽപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പം കുറച്ചു കഴിഞ്ഞാ വരും. അല്ല മോളെ, കുറച്ച് ദിവസം ഇവിടെ കാണുവോ അതോ പെട്ടെന്ന് അങ്ങ് പോകുവോ? എന്താ ജോൺ പാപ്പ അങ്ങനെ ചോദിച്ചത്? എന്താ ഇപ്പൊ നമ്മളെയൊന്നും വേണ്ടതായോ? എനിക്ക് എന്റെ കൊച്ചിനെ വേണ്ടതാവോ? നീ ഇപ്പൊ മുമ്പത്തെ പോലെ അല്ലല്ലോ, ഒരു കമ്പനിയുടെ CEO ഒക്കെ അല്ലേ. അപ്പൊ പിന്നെ ഫുൾ ബിസി ആവില്ലേ? അതാ പിന്നെ അങ്ങനെ ചോദിച്ചത്. പിന്നെ യോഗി ഇവിടെ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എന്റെ കൊച്ചിനെ നന്നായിട്ടിട്ട് കരയിപ്പിച്ചിട്ടല്ലേ നീ പോയത്. അല്ല, ഇപ്രാവശ്യം അതിനുള്ള പുറപ്പാടാണോ എന്നറിയാൻ ചോദിച്ചെന്നേ ഉള്ളൂ. യോഗി ഇവിടെ ഇല്ലേ? പക്ഷെ ജോൺ പാപ്പ, യോഗിയുടെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ക്ലോസ് ചെയ്തല്ലേ. ഇപ്രാവശ്യം വേറെ ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ. എന്റർടൈൻമെന്റ് ഇല്ലാതെ ഈ ജീവസിന് എന്ത് വെക്കേഷൻ? എന്തെങ്കിലുമൊക്കെ തടയാതിരിക്കില്ല. ഓ ഭാഗ്യം, ഇപ്രാവശ്യം എന്റെ യോഗി കൊച്ചിന്റെ മേക്കട്ടല്ലല്ലോ. എന്തായാലും ഇപ്രാവശ്യത്തെ ആ ഹതഭാഗ്യം ആരാണാവോ? പിന്നെ പെണ്ണെ, കുറച്ചൊരു മയത്തിലൊക്കെ വേണേ. കഴിഞ്ഞ പ്രാവശ്യം യോഗിക്ക് കൊടുത്തത് കുറച്ച് കൂടിപ്പോയി. അയ്യോ, എന്താ പറച്ചില്! പറയണേ കേട്ടാ ഞാനാ എല്ലാത്തിനും കാരണം. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ. പിന്നെ ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ എന്താ? നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലേ? എല്ലാത്തിനും ഈ ജീസ് വേണം. എന്നാലോ പഴി മൊത്തം എനിക്ക്. ഇനി ജോൺ പാപ്പ ഇങ്ങോട്ട് വാട്ടാ. ആ വന്നപ്പോ തുടങ്ങി രണ്ടുപേരും കൂടി. ഇച്ചായ, നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി? ഒന്ന് നിർത്തിക്കേ. ഡി പെണ്ണെ, ഇച്ചായൻ പറയും പോലെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വരവ് നീ വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവുമല്ലോ നിനക്ക്. ഇപ്രാവശ്യം ആർക്കായിട്ടുള്ള പണിയായിട്ടാ ഇപ്പത്തെ വരവ്? എന്റെ കർത്താവേ, നിങ്ങൾക്കൊക്കെ ഇതെന്താ? ഞാൻ ഒരു ദുരുദ്ദേശമായിട്ടില്ല ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഒരു 10 days ഞാൻ ഇവിടെ കാണും. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവനോട് ചോദിച്ചു. ഞാനേ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. പിന്നെ ജിനിമമ്മി, ഡിന്നറിന് ജിനിമമ്മിയുടെ എല്ലാ സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിക്കോട്ടെട്ടോ. ഒരുപാട് നാളായി അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട്. എല്ലാം ഉണ്ടാക്കി തരാം. നീ എന്തായാലും പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് റെസ്റ്റ് എടുക്കാം. അപ്പോഴേക്കും ഒക്കെ റെഡിയാക്കാം. ഇവരിത് എവിടെയാ? ഇത്രയും നേരമായിട്ട് കാണുന്നില്ലല്ലോ. ആ ചിമ്മിയാണ് ഫോൺ എടുക്കുന്നില്ല. ജിനിമമ്മി, നല്ല വിശപ്പുണ്ട്. കനത്തിൽ തന്നെ എടുത്തോട്ടോ. പപ്പയുടെ ഡമ്പിൾ ഉണ്ട് അവിടെ ഇരിക്കുന്നു, അത് പുഴുങ്ങി കൊടുക്കും മമ്മി. നീ പോടാ കടുവേ. നീ ഒന്നും മിണ്ടായിരുന്നെങ്കിൽ എന്റെ കൊച്ചിനെ കളിയാക്കാതെ. നിനക്ക് വേണ്ടതൊക്കെ ഈ മമ്മി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി ഇതൊക്കെ ഒന്ന് ആ ടേബിളിൽ കൊണ്ടുവച്ചേ. അല്ല മമ്മി, ഇത് ഒരുപാടുണ്ടല്ലോ. ഇത് മുഴുവൻ ഇവൾ എന്ന് തിന്നു തീർക്കാനോ? മമ്മി കാര്യമായിട്ടുണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇവൾക്ക് മാത്രമല്ലടാ, ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ ഉണ്ട്. അതാരാണോ സ്പെഷ്യൽ ഗസ്റ്റ്? അപ്പൊ ഞാനല്ലേ സ്പെഷ്യൽ ഗസ്റ്റ്? ചീനിമമ്മി അപ്പൊ ഇതൊന്നും എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ? നീയും സ്പെഷ്യൽ തന്നെയാടി. നിനക്കും കൂടി വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ആ വരുന്ന ആള് കുറച്ചുകൂടി ഒന്ന് സ്പെഷ്യൽ ആണെന്ന് മാത്രം. അതാരാ മമ്മി? മമ്മിക്ക് ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ആള്? അതൊക്കെ വരുമ്പോ കാണാം. ദേ, അവര് വന്നെന്ന് തോന്നുന്നു. നീ പോയി ആ ഡോറ് തുറന്നു കൊടുത്തേ. ഞാൻ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് സെറ്റാക്കട്ടെ. അവർക്കും വിശക്കുന്നുണ്ടാവും, എത്രയും നേരമായില്ലേ. ദേ ഇച്ചാ. വേണ്ട മോളെ, വിളിച്ച് ബുദ്ധിമുട്ടണ്ട. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിന്നെ ഹെൽപ്പ് ചെയ്യാനല്ലേ. എന്താന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം. അല്ല ചീനിമമ്മി, ജോൺ പപ്പ ഇപ്പോ ചീനിമമ്മിയുടെ അസിസ്റ്റന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തേക്കുവാണോ? എന്ത് പറയാനാ എന്റെ ചീത്ത കൊച്ചേ. 3-4 കമ്പനിയുടെ CEO ആയിരുന്നു എനിക്ക്. ഇന്ന് ഭാര്യയുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൊമോഷനാ കിട്ടിയത്. നിങ്ങൾ വർത്താനം നിർത്തിയിട്ടതേ ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുവച്ചേ. നീയാണോ മമ്മിയുടെ സ്പെഷ്യൽ ഗസ്റ്റ്? ഞാനല്ല സ്പെഷ്യൽ ഗസ്റ്റ്. ഇതേ ബാഗിൽ വരുന്നുണ്ട്. കുക്കിയോ? ഇവനെന്താ ബാഗൊക്കെ ആയിട്ട്? എന്താ മോനെ, ഷോക്കായോ? പിന്നെ ബാഗൊക്കെ ആയിട്ട് എന്താന്നുള്ളത് ഇതിനെ അവനോട് നേരിട്ട് ചോദിച്ചു നോക്ക്.
ഞാൻ ഏതായാലും ഈ ലഗേജ് ഒന്ന് ഉള്ളിലോട്ട് വെക്കട്ടെ. അല്ല ചേക്ക്, ഇതെന്താ താൻ ബാഗൊക്കെ ആയിട്ട്? എന്താ ബാഗൊന്നും താൻ ഇതുവരെ കണ്ടിട്ടില്ലേ? താൻ ആദ്യം ഫ്രണ്ടെന്ന് മാറി നിന്ന് എനിക്ക് ഉള്ളിലോട്ട് പോണം. താനോ? അതെന്താ വിളിച്ചത് പറ്റിയില്ലേ? അല്ല, ഇതുവരെ സാറെന്നല്ലേ വിളിച്ചിരുന്നത്? ഓ, സാറൊക്കെ അങ്ങ് ഓഫീസിലോ. ഇത് തന്റെ വീടല്ലേ, ഇവിടെയും തന്നെ സാറെന്ന് വിളിക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? പിന്നെ നീ തന്നെയല്ലേ പറഞ്ഞേ നിന്നെ ചിമ്മിയെ പോലെ കാണണമെന്നും അവനോട് എടുക്കുന്ന അതേ ഫ്രീഡം നിന്നോട് എടുക്കാമെന്നൊക്കെ. എന്തായാലും നിന്നെ ചിമ്മിയെ പോലെ കാണാൻ പറ്റിയില്ലേലും അവനോട് എടുക്കുന്ന അതേ ഫ്രീഡം നിന്നോടും എടുക്കാമെന്ന് തോന്നി. എന്തേ, തനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ അതില്? എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഇനി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞാനൊന്ന് തീരുമാനിച്ചാ അത് തീരുമാനിച്ചത് തന്നെയാ. ഇവനിതെന്താ പറ്റുന്നേ? അതോ എന്റെ കിളി പറയതാണോ? ഒന്നും അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ലല്ലോ. അതെ, എന്റെ മുമ്പിൽ ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കാതെ ഒന്നങ്ങ് മാറി നിൽക്കുവോ? പിന്നെ ആ ബാഗും കൂടി എടുത്തിട്ട് പോരെ. കുശലാന്വേഷിക്കാൻ വന്നേക്കും അവന്. എന്നോടാ നിന്റെ കളി. എന്തായാലും അവനൊന്ന് ഷോക്കായിട്ടുണ്ട്. ഇതൊക്കെ ചെറുത്. ഇനി നീ എന്തൊക്കെ കാണാനെടുക്കുന്ന എന്റെ മോനെ. അല്ല, വരുന്നില്ലേ? ഇതാ വരുന്നു. എന്റെ മക്കൾ വന്നോ? ചിമ്മി വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 10 ദിവസമെങ്കിലും 10 ദിവസം നീ ഇവിടെ വന്ന് നിൽക്കാമെന്ന് സമ്മതിച്ചല്ലോ. അത് തന്നെ വലിയ കാര്യം. അപ്പോ ജേക്ക് 10 ദിവസം ഇവിടെ ആണോ താമസിക്കുന്നത്? അതെന്തു പറ്റി? അതൊന്നുമല്ല, ജീസു 10 ഡേയ്സ് നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ വന്നത്. അപ്പൊ പിന്നെ ഞാൻ ഫ്ലാറ്റിൽ പോയി നിൽക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇവരെയും കൂട്ടി ഇങ്ങോട്ട് പോകും. ഈ 10 ഡേയ്സ് ഞങ്ങളുണ്ടാവും ഇനി ഇവിടെ. അപ്പൊ ചീനിമമ്മ ഇത്രയും ഡിഷസ് ഉണ്ടാക്കിയതൊക്കെ ചീനിമമ്മയുടെ സണ്ണിലേക്ക് വേണ്ടിയായിരുന്നല്ലേ? പാവം ഞാൻ. ഞാൻ കാരണം നിനക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാ വന്നിരിക്കുന്നത്. മോനെ, നീ ഇതിനെന്തായാലും ട്രീറ്റ് ചെയ്യണം. ആടി, ഉറപ്പായിട്ടും നിനക്ക് ട്രീറ്റ് ചെയ്യാം. നിന്നെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഉപകാരം എനിക്കുണ്ടായല്ലോ. താങ്ക് യു ഡി, താങ്ക് യു സോ മച്ച്. ഓ ദേ വീണ്ടും ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എന്നെ ഒന്ന് നോക്കാൻ പോലും എനിക്ക് നേരെയില്ലല്ലോ. ഇവിടെ വന്നത് മുതൽ ഇവളുടെ പിന്നാലെ ഒളിപ്പിച്ച് നടക്കുക. പെങ്കോന്ത്, എന്താ ഇവർക്ക് ഇതിന് മാത്രം സ്വകാര്യം പറയാനുള്ളത്? അതും ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ നിൽക്കുമ്പോ. വല്ല നാണമുണ്ടോ നോക്കിയേ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? അതെന്തായാലും നന്നായി മോനെ. 10 ദിവസം ആക്കണ്ട. ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങൾ ഇവിടെ തന്നെ സ്ഥിരമാക്കിക്കോ. ഇനി ഫ്ലാറ്റിലോട്ടൊന്നും പോകണ്ട. അത് വേണ്ട സാർ, എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഇവര് 3 പേരും ഭയങ്കര കൂട്ടാണെന്ന് ചിമ്മി പറഞ്ഞു. പിന്നെ ഇവരെ കണ്ടിട്ട് ഒരുപാടായെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കരുതി ഞാൻ കാരണം ഇവരുടെ ഒരുമിച്ചുള്ള ഈ 10 ഡേയ്സ് മൂമെന്റ്സ് ഇല്ലാതാക്കണ്ടെന്ന് കരുതി. അതാ ഞാൻ സമ്മതിച്ച്. ഹലോ, എന്നെയാണോ ഇവരെന്നൊക്കെ വിളിച്ചത്? ഇത്രക്ക് റെസ്പെക്ട് ഒന്നും വേണ്ടടോ. നമ്മള് നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലാന്നുള്ളൂ. ഇവരൊക്കെ പറഞ്ഞിട്ട് നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ചിമ്മി പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് പതിയെ പരിചയപ്പെടാം. എന്തായാലും ഞാനിവിടെ 10 ദിവസം ഉണ്ടല്ലോ. നിന്നെ പരിചയപ്പെടണമെന്നൊന്നും എനിക്കൊരു നിർബന്ധമില്ല. പരിചയപ്പെടാൻ നീ ആര്? നിന്നെ കുറിച്ച് എനിക്കൊരു തേങ്ങ അറിയണ്ട. പക്ഷെ ഒന്ന് എനിക്കറിയാം, എന്റെ വീയാണ് നിന്റെ ഈ വരവിന്റെ ലക്ഷ്യമെങ്കിൽ നിന്റെ കാല് ഞാൻ തന്നെയായിരിക്കും. ചിമ്മി, നീ എന്താ ഇത് നേരത്തെ എന്നോട് പറയാഞ്ഞത്? അത് പിന്നെ പെട്ടെന്നാ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായത്. അതാ പിന്നെ നിന്നോട് പറയാതിരുന്നത്. പിന്നെ ഞാൻ കരുതി നീ ഇവിടെ വരുമ്പോ അറിഞ്ഞാ മതിയെന്ന്. എന്തായാലും നീ ഹാപ്പിയല്ലേ? നിനക്ക് ഉഗ്രനൊരു ചാൻസ് ആ മോനെ കിട്ടിയിരിക്കുന്നത്. 10 ഡേയ്സ് ഉണ്ട്, അത് നീ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. അത് പിന്നെ പറയാനുണ്ടോ? ഈ 10 ഡേയ്സ് അത് ഞാൻ പൊളിക്കും. അതെ, ഇനി വിശേഷം പറച്ചിലൊക്കെ ഫുഡ് കഴിച്ചിട്ടാവാം. എന്താടി നിന്റെ ലിവർ? താങ്ക് യു മോനെ, താങ്ക് യു. അല്ലേലും എന്റെ കടുവയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ട്. വീണ്ടും എന്തിനാ പ്ലേറ്റിൽ വെച്ച് കൊടുത്തത്? വായിൽ വെച്ച് കൊടുത്തോടായിരുന്നു. പിന്നെ ആരുടെ കടുവാന്ന്? അല്ല,
കടുവാന്നൊക്കെ. ഓ, അപ്പൊ വീക്ക് ഇങ്ങനെ ഒരു പെറ്റ് നെയിം ഉണ്ടോ? ഓ, ഇവള് പ്രത്യേക സ്പെഷ്യലായിട്ട് വിളിക്കുന്നതാവും. എനിക്ക് ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ മോനെ. നീ കാണിക്കുന്നതിനൊക്കെ നീ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും മോനെ. എന്താ മോനെ നീ ഒന്നും കഴിക്കാത്തെ? ഏയ് ഒന്നുമല്ല, ഞാൻ കഴിക്കാൻ. എന്ത് പറ്റി? ഫുഡ് പറ്റിയില്ല നിനക്ക്? ഇതൊക്കെ നിന്റെ ഫേവറേറ്റ് ഫുഡാണല്ലോ, പിന്നെന്താ നീ ഇതൊന്നും കഴിക്കാതെ? ഫുഡൊക്കെ എനിക്ക് പറ്റി, പക്ഷേ വേറെ ചിലതൊന്നും എനിക്ക് അത്രക്ക് അങ്ങ് പറ്റുന്നില്ല. വേറെ ചിലതോ? അതെന്താ? അതൊക്കെയുണ്ട്. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ പിന്നെ പറയാം, നീ കഴിക്കാൻ നോക്കാം. ജയ്ക്ക്, ഡാ, എന്താ നിനക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? നിനക്കെന്തേ ഇവിടെ അൺകംഫർട്ടബിൾ ആയി തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ, നമുക്ക് നാളെ തന്നെ ഫ്ലാറ്റിലോട്ട് പോകാം. ഏയ് അതൊന്നുമല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കാനായിരുന്നു. വേറെന്താ? എന്നാ നീ ചോദിക്കും. ഡാ, വീക്ക് ആ ജീസുവിനോട് എന്തെങ്കിലും പ്രത്യേക ഒരു ഇഷ്ടമുണ്ടോ? എന്ത് വീയെന്നോ? ഇതുവരെ നീ സാറെന്നല്ല വിളിച്ചത്, എന്താ പെട്ടെന്നൊരു മാറ്റം? അതൊന്നുമില്ല. അവൻ തന്നെ എന്നോട് പറഞ്ഞത് നിന്നോട് എടുക്കുന്ന അതേ ഫ്രീഡം അവനോട് എടുക്കാമെന്ന്. ആദ്യമൊക്കെയാണ് തോന്നിയിരുന്നില്ല, എനിക്ക് തോന്നി അതാ നല്ലതെന്ന്. അതത്രേ ഉള്ളൂ. ഓഹോ, അവനെന്ന് വീയെന്ന്. എന്തൊക്കെ കേൾക്കണം ഞാൻ. നീ ഇത്ര പെട്ടെന്ന് ഇത്രക്കും ഫ്രീഡം എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവനക്ക് പ്രശ്നമില്ലല്ലോ, പിന്നെന്താ? പിന്നെ നീയും എന്നോട് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? നീ ഇപ്പോൾ അത് വിട, ഞാൻ ചോദിച്ചതിനുള്ള ആൻസർ പറ. വീക്ക് ജീസനോട് എന്തേലും ഫ്രണ്ട്ഷിപ്പിൽ കൂടുതൽ ഒരു ഫീലിങ്സ് ഉണ്ടോന്ന്? എന്തായാലും നിനക്ക് ഇപ്പോ ഇങ്ങനെ ചോദിക്കാൻ മാത്രം? അല്ല, അവര് ഭയങ്കര ക്ലോസ് ആണല്ലോ, നിന്നേക്കാളും ക്ലോസ് ആണ് അവർ രണ്ടുപേരും. പിന്നെ വി ആണെങ്കിൽ അവളോട് ഭയങ്കര കെയറിങ്ങും. അതൊക്കെ കൂടി കണ്ടപ്പോ എനിക്കൊരു ഡൗട്ട്, ഒരു ഫ്രണ്ട്ഷിപ്പിൽ കൂടുതലുള്ള എന്തേലും ബന്ധം അവർ തമ്മിലുണ്ടോ എന്ന്. അല്ല, നീ പറഞ്ഞു നിങ്ങളും 3 പേരും ഫ്രണ്ട്സ് ആണെന്ന്. എന്നാലും വീക്കിനി അവളോട് വല്ല വൺ സൈഡ് ലവോ വല്ലതും? വീന്റെ കാര്യങ്ങളൊക്കെ അവനെക്കാട്ടും നന്നായിട്ട് നിനക്കറിയാവുന്നു. അതുകൊണ്ടാ ഞാനിത് നിന്നോട് തന്നെ ചോദിച്ചു. നീ ഇത് എന്തൊക്കെയാണ് ചോദിക്കുന്നത്? അവർ രണ്ടുപേരും തമ്മിൽ ഫ്രണ്ട്ഷിപ്പിൽ കൂടുതൽ ഒരു റിലേഷൻ അല്ല, അവര് നല്ല ഫ്രണ്ട്സാണ്. പിന്നെ നീ എന്താ അവളോട് അങ്ങനെയെന്ന് വെച്ചാൽ, അവൻക്ക് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സായിട്ട് വേറെ ഒരുപാട് പേരുണ്ട്, പക്ഷെ അങ്ങനെ പറയത്തക്ക ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞങ്ങളോട് രണ്ടുപേരോടും മാത്രമേ അവൻ ഇത്ര ക്ലോസ് ആയിട്ടുള്ളൂ. ബാക്കി ഒരാളോട് പോലും അവൻ അത്ര ക്ലോസ് റിലേഷൻഷിപ്പ് വെക്കാറില്ല. പിന്നെ വീക്ക് അവള് മാത്രമേ ഉള്ളൂ ഒരു ലേഡീസ് ഫ്രണ്ട് ആയിട്ട്. ഈവൻ ക്ലാസ്സിൽ പോലും ഒരു പെൺകുട്ടിയോട് പോലും അവൻ സംസാരിക്കാറില്ല. ഒരു ചെറിയ രീതിയിൽ പോലും ഒരു ഫ്രണ്ട്ലി ടോക്ക് പോലും ഒരു പെൺകുട്ടിയോട് അവൻ സംസാരിക്കുന്നത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവൻ അത്ര കെയർ ചെയ്യുന്നത്. പിന്നെ ഹയർ സ്റ്റഡീസ് ഒക്കെ അവരൊരുമിച്ചല്ലായിരുന്നു, അപ്പൊ പിന്നെ അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ ഡൈനിങ് ടേബിളിൽ നീ കണ്ടത് അതൊക്കെ ഒരു നന്ദി പ്രകടനമാണ് മോനെ. അതെന്തായെന്ന് ഇപ്പൊ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നന്ദി പ്രകടനമോ? നീ ഇത് കുറെ ആയല്ലോ, എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കതിനുള്ള പക്വതയായിട്ടില്ല. ഇങ്ങനെ കുറെ പറയുന്നു. എന്തേലും തുറന്ന് പറ, എന്ത് നന്ദി പ്രകടനം? അതൊക്കെ നീ വഴി അറിഞ്ഞോളൂ. എന്തായാലും അതിന് ഇനിയും അധികം സമയമെടുക്കില്ലാന്ന് ഇപ്പൊ എനിക്ക് കൺഫേം ആയി. അതെന്ത് കോപ്പ് വേണേലായിക്കോട്ടെ, വീക്ക് ജീസനോട് അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ല എന്നുള്ളത് ഉറപ്പല്ലേ? അല്ല, ഇനി നീ അറിയാതെ വല്ലതും? എന്ത് ഞാനറിയാതെ? അവൻ എന്റെ സോൾമേറ്റാ, എന്ന് വെച്ചാ എന്റെ ജീവന്റെ പാതി.
അതുകൊണ്ട് തന്നെ ഞാൻ അറിയാത്ത ഒന്നും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവൻക്ക് ജീഫിനോട് അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ല എന്നുള്ളത് 100% ഷുവറാണ്. പിന്നെ അതിന് വേറൊരു റീസൺ കൂടി ഉണ്ടെന്ന് വിചാരിച്ചു. അല്ല, ഇനി വീക്ക് ജീഫിനോട് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ തന്നെ നിനക്കെന്താ? നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ഓ, ഇപ്പൊ അങ്ങനായോ? ഞാൻ ചുമ്മാ ചോദിച്ചതാ. അവരുടെ ബിഹേവിയർ കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. അപ്പോ പറയാനൊരു ക്യൂരിയോസിറ്റി തോന്നി, അതുകൊണ്ട് ചോദിച്ചെന്നാണ്. അല്ലാതെ അവര് തമ്മിൽ ഇഷ്ടത്തിലായാലെന്താ, ആയില്ലെങ്കിലെന്താ, അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് പോവാം. എനിക്ക് ചെറിയൊരു പണി കൂടി ബാക്കിയുണ്ട്. സമാധാനായി. ഇപ്പൊ റൂട്ട് ക്ലിയറായി. അപ്പോ വീക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് അവളോട് ഇതുവരെ ഇല്ലാത്ത സ്ഥിതിക്ക് അവൻ എൻ്റെത് തന്നെയാണ്. അപ്പോ അവൻ ഈ കാണിക്കുന്നതൊക്കെ കുറച്ച് ഓവറല്ലേ? അവൾക്ക് അവളോട് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടേ ഞാൻ അതിൽ വെറുതെ ഒരു വില്ലനാവണ്ട എന്ന് വിചാരിച്ചതായിരുന്നു. എന്തായാലും ഇനിയപ്പോ ഇതുവരെ ഇല്ലാത്ത ഫീലിങ്സ് അവന് ഇനി അങ്ങോട്ടും ഉണ്ടാവണ്ട. അതിനൊട്ടും ഞാൻ സമ്മതിക്കുകയില്ല. മോനെ വി, എൻ്റെ CEO സാറേ, നീ ജീസുവിൻ്റെ കടുവയില്ല, എന്റെയാ, എൻ്റെത് മാത്രം. ചിമ്മി, ഡാ, നീ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? ആ, ജയിക്കോ? അല്ല, ചിമ്മിയോടെ? അവനിതെവിടെ പോയി? അല്ല ജയിക്ക്, ഇതെന്താ നീ ചെയ്യുന്നേ? അതിന് ഞാനൊന്നും നിന്നെ ചെയ്തില്ലല്ലോ. തന്നെ എൻ്റെ കയ്യിലൊന്നും ഇങ്ങനെ കിട്ടാൻ കാത്തിരിക്കരുത് ഞാൻ.